D4 ഡെലീഷ്യസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഐറ്റമാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക് പേട. സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെയാണല്ലോ പേട വാങ്ങുന്നത്. കടയിൽ നിന്നും വാങ്ങുന്നതിലും ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് പേട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. പേട ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് പാല്, 1 കപ്പ് മിൽക്ക് പൗഡർ, 2 ടേബിൾ സ്പൂൺ നെയ്യ്. പാല് നിങ്ങൾക്ക് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാൽ ഉപയോഗിക്കാം. പിന്നീട് നമ്മൾ ഈ പാൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട്, അപ്പം പ്രത്യേകിച്ച് തിളപ്പിച്ച പാൽ ഉപയോഗിക്കണമെന്നില്ല, പച്ചപ്പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനിയും പേടയുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. ഇത് 1/2 കപ്പ് മെഷറിംഗ് കപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഫുള്ളായിട്ടും പഞ്ചസാര എടുത്തിട്ടില്ല. 1/2 കപ്പ് നികക്കി എടുക്കാതെ കുറച്ച് താഴോട്ട് മാറ്റിയാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് ഫുള്ളായിട്ട് എടുത്താൽ ഒരുപാട് മധുരമായി പോവും. അപ്പോൾ അതിൽ കുറച്ച് താഴോട്ട് എടുക്കുന്നതാണ് കറക്റ്റായിട്ടുള്ള മധുരം. പിന്നെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ പൊടിക്കുന്ന സമയത്ത് ഏലക്കായുടെ ആ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് സീഡ് മാത്രം ഇട്ട് ഈ പഞ്ചസാരയുടെ കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ പേടയ്ക്ക് കിട്ടുന്നത്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന 1 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചത് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരുന്ന 1/2 കപ്പ് പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓൺ ചെയ്താൽ മതി. മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റീലിൻ്റെയൊക്കെ സ്പാച്ചിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് പാനിൻ്റെ അകത്ത് സ്ക്രാച്ച് വീഴുമല്ലോ. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പാച്ചിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നോൺ സ്റ്റിക്ക് പാനിന് പകരം നിങ്ങൾക്ക് ചൂട് കട്ടിയുള്ള വേറെ ഏതെങ്കിലും പാൻ വേണമെങ്കിലും ഉപയോഗിക്കാം. നോൺ സ്റ്റിക്കാണ് ഇതുണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ അകത്തെ കട്ടകളൊക്കെ നന്നായിട്ട് മാറ്റി സ്മൂത്തായിട്ട് എടുക്കണം. ഇപ്പോൾ ഇതിവിടെ കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തു. മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ സൈഡിലിരിക്കുന്നതൊക്കെ ഇങ്ങനെ നീക്കിയിട്ട് കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഈ മിക്സ് ചൂടായി വരും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തെങ്കിലേ ഇത് അടിയിൽ പിടിക്കാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു 5 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ കട്ടിയായി വരുന്നതായിട്ട് കാണാം. കണ്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ മാറി വരുന്നത് കണ്ടില്ലേ? ഈ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് ഇതായി കിട്ടും. ഒരു 15 മിനിറ്റ് കൊണ്ട് എനിക്കിത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. പാനിൻ്റെ അകത്ത് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തെന്നി മാറുന്നൊരു ടെക്സ്ചറിലേക്ക് ഇത് മാറും. ഇനി ഒരു 1 മിനിറ്റ് നേരം കൂടി ഇളക്കിയാൽ മതി. അപ്പോഴേക്കും ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഒരു തണുത്ത സ്ഥലത്തേക്ക് ഇത് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. ഇപ്പോഴും ഈ പാനിന് നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. പാൻ ഒന്ന് തണുത്ത് വരുന്നത് വരെ, അല്ലെങ്കിൽ വീണ്ടും ഇത് അടി പിടിക്കുമല്ലോ. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വെച്ചാൽ മതി. ഇത് അടയ്ക്കണമെന്നില്ല. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് കട്ടിയായിട്ട് കിട്ടും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നന്നായിട്ടിത് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയുടെ മാവിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണ് കിട്ടിയേക്കുന്നത്. ഇത് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. ചപ്പാത്തി മാവൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന അതേ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുക്കണം. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കൈ ഒന്ന് കഴുകി കൊടുത്ത ശേഷം നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. കൈക്കകത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈക്കകത്ത് നെയ്യ് പുരട്ടി കൊടുക്കാം. എല്ലാ ബോളും ഒരേ ഷേപ്പിൽ കിട്ടാനായിട്ട് ഇങ്ങനെ ഒരു മെഷറിംഗ് സ്പൂണിൻ്റെ അകത്ത് വെച്ച് എടുത്താൽ നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂണിൻ്റെ മെഷറിംഗ് സ്പൂണാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത ശേഷം ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാം. ആദ്യം മൊത്തം നമുക്കിവിടെ 11 ബോൾസും പിന്നെ ഒരു ചെറിയ ബോളും കിട്ടിയിട്ടുണ്ട്.
കയ്യിൽ അല്പം നെയ്യ് തടവി കൊടുത്ത ശേഷം ഓരോ ബോളും എടുത്ത് നമുക്കിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ലോങ് ഷേപ്പിലാണ് എടുത്തേക്കുന്നത്, കാരണം പിന്നീട് ഞാനിത് ബട്ടർ പേപ്പറിൽ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഈ ഷേപ്പിലെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ബോൾസും ഞാനിവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സമയത്ത് നമ്മളിത് ബട്ടർ പേപ്പറിൽ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പറിൻ്റെ അകത്ത് ഇത് ഒട്ടിപ്പിടിച്ച് പോകും. അപ്പം നമുക്കിത് ഓവർ നൈറ്റ് വെക്കാം. ഞാനിതിവിടെ രാത്രിയാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, പേപ്പറിൽ ഒട്ടും ഒട്ടിപ്പിടിക്കത്തുമില്ല, എന്നാൽ നല്ല സോഫ്റ്റുമാണിത്. നമ്മൾ കേക്ക് ടിന്നിൻ്റെ അകത്തൊക്കെ വെക്കുന്ന പേപ്പറില്ലേ, ആ പേപ്പർ തന്നെയാണിത്. അപ്പോൾ പേടയുടെ വലുപ്പവും ഷേപ്പും ഒക്കെ നോക്കിയിട്ട് അതിന് പറ്റിയ രീതിയിൽ ഇങ്ങനെ പേപ്പർ കട്ട് ചെയ്ത് വെക്കണം. എത്ര പീസ് പേടയുണ്ടോ അത്രയും എണ്ണം തന്നെ പേപ്പറും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ പേടയും ഈ പേപ്പറിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്ത ശേഷം ആ 2 സൈഡും ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ പേടയുടെ അതേ ഷേപ്പും അതിനേക്കാട്ടിലും നല്ല ടേസ്റ്റുമാണിത് കഴിക്കാൻ. ഇത് കേടാകാതിരിക്കാൻ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഒരാഴ്ച വരെയൊക്കെ ഇത് കേടാകാതെ വെച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബേക്കറി സ്റ്റൈൽ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.